എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞത്. ബിടെക് കംപ്ലീറ്റഡ് ആണ്. വുമൻസ് പോളിടെക്നിക് വനിതാ പോളിടെക്നിക് കളമശ്ശേരിയിലാണ് ഡിപ്ലോമ കഴിഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കട ഇട്ടിട്ടാണ്, പലചരക്ക് കട ഇട്ടിട്ടാണ് സൈഡായിട്ട് പൊളിറ്റിക്സും ഒപ്പം ഇതുമൊക്കെ ആയിട്ട് കൊണ്ടുപോകണം. കരിയർ മുമ്പോട്ട് തന്നെ കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. മിവ ജോളിയെ അധികം പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ല. രാഷ്ട്രീയ കേരളത്തിൽ KSUവിൻ്റെ ഒരു മുഖം തന്നെയാണ് മിവ. നമുക്കറിയാം, ഒരുപാട് തീപ്പൊരി ഈ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ മുൻനിരയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയ ഒരുപാട് ദൃശ്യങ്ങൾ വൈറലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷത്തെക്കാളേറെ അഭിമാനമാണ്. അഭിമാനം അതിൻ്റെ പ്രസ്ഥാനത്തെ ഓർത്താണ്. കാരണം ഈ പാർട്ടിയിൽ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായ പരിഗണന ലഭിക്കുന്ന സാഹചര്യത്തിൽ ഏതൊരു പ്രവർത്തകൻ്റെയും അവന് അംഗീകാരം കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് ആത്മാഭിമാനമാണ്. അപ്പോൾ വീടിരിക്കുന്ന വാർഡ് തന്നെയാണോ ഈ പറഞ്ഞ സ്ഥലം? വീടിരിക്കുന്ന വാർഡടങ്ങുന്ന എൻ്റെ സ്വന്തം വാർഡ് ഉൾപ്പെടെയുള്ള 9 വാർഡ് കൂടുന്ന എടത്തല ഡിവിഷനാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതും LDFൻ്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിലൂടെ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സീറ്റ് അത് തിരിച്ചു പിടിക്കാൻ ആകുമെന്നാണ് ഒരു പ്രതീക്ഷ. അത് എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞത്. ബിടെക് കംപ്ലീറ്റഡ് ആണ്. വുമൻസ് പോളിടെക്നിക് വനിതാ പോളിടെക്നിക് കളമശ്ശേരിയിലാണ് ഡിപ്ലോമ കഴിഞ്ഞത്. KME എഞ്ചിനീയറിംഗ് കോളേജിലാണ്, ഇടത്തല തന്നെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബിടെക്കും കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ആ ഫീൽഡിൽ വർക്ക് ചെയ്തെങ്കിലും പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ IT ഫീൽഡിലേക്കൊക്കെ പോകണമെങ്കിൽ പോകാം. പക്ഷേ എൻ്റെ പൊതുപ്രവർത്തനം എന്നുള്ളൊരു ഇത് അത് തന്നെയാണ് ക്രേസ്. അപ്പോൾ അതിനു വേണ്ടി സമയം മാറ്റിവെക്കാൻ അതിനൊരു പരിമിതികളേറെ ഉള്ളതുകൊണ്ട് പാർട്ട് ടൈമായിട്ടും അപ്പോൾ മറ്റു തരത്തിലുള്ള ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന സമയത്താണെങ്കിലും അതിന് ശേഷമാണെങ്കിലും. ഇപ്പോൾ നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കട ഇട്ടിട്ടാണ്, പലചരക്ക് കട ഇട്ടിട്ടാണ് സൈഡായിട്ട് പൊളിറ്റിക്സും ഒപ്പം ഇതുമൊക്കെ ആയിട്ട് കൊണ്ടുപോകണം. കരിയർ മുമ്പോട്ട് തന്നെ കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം.